ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 87 ക്ഷേത്രം ക്ഷേത്രത്തെ ഉണ്ടാക്കിക്കൊള്ളും. ഭാഗം 87 ക്ഷേത്രം ക്ഷേത്രത്തെ ഉണ്ടാക്കിക്കൊള്ളും ഇവിടെ ആരംഭിക്കുന്നു. തലശ്ശേരിക്കാരൻ ചെറുവാരി കൃഷ്ണൻ വലിയ ഗുരുദേവ ഭക്തനായിരുന്നു. അദ്ദേഹം ശ്രീ ജ്ഞാനോദയ യോഗത്തിന് വിട്ടുകൊടുത്ത മടത്തിൽപ്പറമ്പ് എന്ന സ്ഥലത്താണ് ജഗന്നാഥ ക്ഷേത്രം സ്ഥാപിക്കുവാൻ തീരുമാനിച്ചിരുന്നത്. ആ സ്ഥലത്ത് 1906 മാർച്ച് 23 ഗുരുദേവൻ എഴുന്നള്ളി കുറ്റി തറയ്ക്കുകയുണ്ടായി. തുടർന്ന് ക്ഷേത്രത്തിൻ്റെ പണി ആരംഭിച്ചെങ്കിലും അതിന് ഉദ്ദേശിച്ചത്ര വേഗതയുണ്ടായില്ല. കാരണം പണം സംഭാവന നൽകാമെന്ന് ഉറപ്പു നൽകുന്നവരിൽ നിന്നൊന്നും ഉദ്ദേശിച്ചതുപോലെ പണം പിരിഞ്ഞു കിട്ടുകയുണ്ടായില്ല. വരുതൂർ കാണിയിൽ കുഞ്ഞിക്കണ്ണനായിരുന്നു പണപ്പിരിവിൻ്റെ ചുമതല. അദ്ദേഹം രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് പിരിച്ചുകൊണ്ടുവന്ന പണം കൊണ്ട് പണികൾ നോക്കി നടത്തിച്ചിരുന്നത് ചെറുവാരി കൃഷ്ണനായിരുന്നു. അന്നത്തെ പിരിവ് കൊണ്ട് അന്നന്നത്തെ ചിലവ് നടക്കാതെ വന്നതോടെ ക്ഷേത്രം പണി മുടങ്ങി. കുഞ്ഞിക്കണ്ണൻ ആകെ ധർമ്മസങ്കടത്തിലായി. എത്ര പരിശ്രമിച്ചിട്ടും തടസ്സങ്ങളൊന്നൊന്നായി കൂടിക്കൂടി വന്നതല്ലാതെ കുറയുന്നില്ലെന്നായപ്പോൾ കുഞ്ഞിക്കണ്ണൻ ഒന്ന് നിശ്ചയിച്ചു: എത്രയും വേഗം ശിവഗിരിയിലെത്തി ഗുരുദേവനെ കണ്ട് സങ്കടങ്ങൾ ഉണർത്തിക്കുക. കുഞ്ഞിക്കണ്ണൻ ശിവഗിരിയിലെത്തി ഗുരുദേവനെ കാണുവാൻ ചെന്നു. അപ്പോൾ മറ്റു ചിലരുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഗുരുദേവൻ. അവർ പിരിഞ്ഞു പോയപ്പോൾ തൻ്റെ ധർമ്മസങ്കടങ്ങളുമായി കുഞ്ഞിക്കണ്ണൻ ഗുരുദേവൻ്റെ മുന്നിലെത്തി സാഷ്ടാംഗം നമസ്കരിച്ചു. അത് കണ്ടിട്ട് ഗുരുദേവൻ കൽപ്പിച്ചു: നാട്ടിലേക്ക് മടങ്ങിപ്പോകണം, എല്ലാം ഭംഗിയായി നടന്നുകൊള്ളും. തൻ്റെ സങ്കടങ്ങളൊന്നും കേൾക്കാതെ തന്നെ ഗുരുദേവനിൽ നിന്ന് പെട്ടെന്നങ്ങനെ കേട്ടപ്പോൾ കുഞ്ഞിക്കണ്ണന് വളരെ വിഷമമുണ്ടായി. വന്ന കാര്യങ്ങൾ അറിയിക്കാതെ എങ്ങനെയാണ് മടങ്ങിപ്പോവുകയെന്ന് ചിന്തിച്ച് വളരെ വിഷമിച്ചിരിക്കുമ്പോൾ ഗുരുദേവൻ കുഞ്ഞിക്കണ്ണനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു: കുഞ്ഞിക്കണ്ണൻ ആകെ ക്ഷീണിച്ചുപോയി അല്ലേ? സാരമില്ല, വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ ക്ഷീണങ്ങൾ ഉണ്ടാകും, അതൊന്നും കാര്യമാക്കരുത്. കുഞ്ഞിക്കണ്ണന് അപ്പോൾ വലിയ ആശ്വാസമായി. ഗുരുദേവൻ്റെ അനുവാദത്തോടെ 2 ദിവസം ശിവഗിരിയിൽ താമസിച്ചിട്ട് മടങ്ങിയാൽ മതിയെന്ന് ആലോചിച്ചു. എങ്കിലും നാട്ടിലേക്ക് മടങ്ങിപ്പോകണമെന്ന് കൽപ്പിച്ച ഗുരുദേവനോട് അത് എങ്ങനെ പറയുമെന്ന് ശങ്കിച്ച് കുഞ്ഞിക്കണ്ണൻ നിന്നു. അത് കണ്ടിട്ട് ഗുരുദേവൻ പറഞ്ഞു: കുഞ്ഞിക്കണ്ണന് ശങ്കയൊന്നും വേണ്ട, 2 ദിവസം ഇവിടെ താമസിച്ചിട്ട് പോയാൽ മതി. ഗുരുദേവൻ്റെ പരഹൃദയ ജ്ഞാനം നേരത്തെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണെങ്കിലും കുഞ്ഞിക്കണ്ണൻ അത് കേട്ട് ശരിക്കും ആശ്ചര്യപ്പെട്ടു. അടുത്ത ദിവസം ഗുരുദേവൻ ഏകനായി ശിവഗിരി കുന്നിൻ്റെ മുകളിലിരിക്കുന്നത് കണ്ട് കുഞ്ഞിക്കണ്ണൻ അവിടേക്ക് കയറി ചെന്നു. അല്പനേരം കഴിഞ്ഞ് ഗുരുദേവൻ പറഞ്ഞു: അവിടെ ഇപ്പോൾ ദ്രവ്യാഗമനത്തിനുള്ള തടസ്സങ്ങൾ ഒഴിഞ്ഞു വന്നിട്ടുണ്ട്. വഴിപാടായി വന്നത് വാങ്ങുവാൻ ആളില്ലാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു പോവുകയായിരുന്നു ഇതുവരെ. ഇനി അവയെല്ലാം അവിടെ സ്ഥാപിച്ചിട്ടുള്ള ഭണ്ഡാരത്തിൽ വീണുകൊള്ളും. കുഞ്ഞിക്കണ്ണന് ഗുരുദേവൻ പറഞ്ഞതിൻ്റെ പൊരുൾ അത്രയ്ക്കങ്ങ് മനസ്സിലായില്ല. താൻ പോരുന്നതുവരെ അങ്ങനെ ഒരു ഭണ്ഡാരം അവിടെ സ്ഥാപിച്ചിട്ടില്ലെന്ന് കൂടി ഓർത്തപ്പോൾ ഉത്കണ്ഠ വീണ്ടും വർദ്ധിച്ചു വന്നതേയുള്ളൂ. അങ്ങനെ നിൽക്കുമ്പോൾ ഗുരുദേവൻ പറയുന്നത് കേട്ടു: ക്ഷേത്രം ക്ഷേത്രത്തെ ഉണ്ടാക്കിക്കൊള്ളും. 2 നാൾ കഴിഞ്ഞ് കുഞ്ഞിക്കണ്ണൻ വലിയ സമാധാനത്തോടെ തലശ്ശേരിയിൽ മടങ്ങിയെത്തി. അപ്പോൾ കുഞ്ഞിക്കണ്ണനോട് അരേക്കണ്ടി അച്യുതൻ ക്ഷേത്രത്തിൻ്റെ പേരിൽ വന്നുകൊണ്ടിരിക്കുന്ന ദ്രവ്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയും പുതുതായി സ്ഥാപിച്ച ഭണ്ഡാരത്തിൽ അവയൊക്കെയും വീണുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയും സംഭാവനകൾ തരാമെന്ന് പറഞ്ഞവർ പണം നൽകിക്കൊണ്ടിരിക്കുന്നതിനെ പറ്റിയുമൊക്കെ സവിസ്തരം പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോഴാണ് ക്ഷേത്രം ക്ഷേത്രത്തെ ഉണ്ടാക്കിക്കൊള്ളും എന്ന ഗുരുവചനത്തിൻ്റെ പൊരുൾ കുഞ്ഞിക്കണ്ണന് മനസ്സിലാക്കാനായത്. ചെമ്പഴന്തിയിൽ നീ അവതരിച്ചു എൻ്റെ ശ്രീനാരായണ ഗുരുദേവൻ. മനുഷ്യനെ സ്നേഹിക്കുവാനായി അവതാരമെടുത്തൊരു മഹാദേവൻ എൻ്റെ ശ്രീനാരായണ ഗുരുദേവൻ, എൻ്റെ ശ്രീനാരായണ ഗുരുദേവൻ.
ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 87 ക്ഷേത്രത്തെ ഉണ്ടാക്കിക്കൊള്ളും ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.